ഹൈ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു കളക്ഷനും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഓഫ് വൈറ്റ് പീസ്റ്റ് കളേഴ്സ് കണ്ടായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പം ചർച്ചിൽ പള്ളിപ്പെരുന്നാൾ അങ്ങനെയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് കൂടുതലും വൈറ്റ് പീസ്റ്റ് കളേഴ്സ് ആണ് വേണ്ടത്. അപ്പം എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് ഇതുണ്ട് ഡ്രസ് കോഡ് സ്റ്റൈലൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്യാവശ്യം ഒരു ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഇതുണ്ടല്ലോ ചെറിയ ഈ സർദോസി സ്റ്റിക്കർ വർക്ക് പോയിട്ടുണ്ട്. പിന്നെ ഫുള്ളും ഫ്ലോറൽസ് ആണ്. ബേസിക്കലി ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ ബേസ് കളേഴ്സ് കൊടുത്തേക്കുക. സോ ഇതുണ്ടോ, ഇതാണ് ഫുൾ തിളങ്ങി നിൽക്കും. നൈറ്റിലൊക്കെയാണ് രാത്രിയിലൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഫുൾ തിളങ്ങി നിൽക്കും. അതുപോലെയാണ് ഹെവി ഫ്ലോറൽ വർക്ക്സ്, അതിനകത്തൂടെ എല്ലാം എംബ്രോയ്ഡറി വർക്ക്, അതിന് മേലെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫാൻസി സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വരിക, ഹെവി ദാമനാണ്. പിന്നെ ഓൾ ഓവർ ടോപ്പ് ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിൽ ഒരു ലാവൻഡറിൻ്റെ കോമ്പിനേഷനാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റ് കോംബോയിലാണ്. ബാക്ക് സെയിം വിത്തൗട്ട് സ്റ്റിക്കേഴ്സ് ആൻഡ് എംബ്രോയ്ഡറി, ജസ്റ്റ് ഫ്ലോറൽ വർക്ക്സ്. ഇതാണ് ടോപ്പ് ആൻഡ് ഫ്രണ്ട് വരിക. അപ്പോൾ ആ ലാവൻഡറിൻ്റെ ഒരു കോമ്പിനേഷനിലായിരിക്കും ദുപ്പട്ട വെയർ ചെയ്തേക്കുക. ഇതേപോലെ വരും കോട്ടൺ ദുപ്പട്ട, അതിൽ എംബ്രോയ്ഡറി വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്, കോട്ടൺ ബോട്ടം. സോ അടുത്തതിലെ കോമ്പിനേഷൻ കണ്ടില്ലേ, പിങ്ക് ബേസ്ഡ് കോമ്പിനേഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പാറ്റേൺസ് സെയിം, ജസ്റ്റ് ഇനി ആ കോമ്പോസ് നോക്കിയാൽ മതി. ബാക്കി ഫ്ലോറൽ കോമ്പിനേഷൻസ് സെയിം ആണ്, ബേസ് കളർ സെയിം ആണ്. ഹെവി സ്റ്റിക്കേഴ്സ് വിത്ത് ഓൾ ഓവർ എംബ്രോയ്ഡറി വർക്ക്സും വരുന്നുണ്ട്. ഇതിൽ വരുമ്പോൾ കണ്ടില്ലേ ഒരു ആപ്പിൾ ഗ്രീൻ്റെ കോമ്പിനേഷൻ ആണ് ഫ്ലോറൽ വർക്ക്സിൽ കൂടുതലും ഹൈലൈറ്റഡ്. ഫുൾ എംബ്രോയ്ഡറി സ്റ്റിക്കർ വർക്ക്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തേക്കുന്നതാണ്. കോട്ടണിലധികം ഫങ്ഷൻ വെയർ ഇല്ല, അപ്പോൾ ഒരു ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ഹെവി വർക്ക്സ് ഉണ്ട്. ഫുൾ അതിൽ സ്റ്റിക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. ദാമൻ കുറച്ചും കൂടെ ഹെവി ആക്കിയിട്ടുണ്ട്. ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ട് അതായത് വർക്കിൻ്റെ കളറിൽ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കും. 1295 പ്രൈസ്. അപ്പോൾ ലാസ്റ്റ് കളർ വരുന്ന ഇതിൽ യെല്ലോയുടെ ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. വർക്ക് കണ്ടോ, അത് ഹെവി ഡാമൻ വർക്ക്, അതിൽ എംബ്രോയ്ഡറി വിത്ത് സ്റ്റിക്കേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫങ്ഷൻ വെയർ ലുക്ക് കിട്ടും. പിന്നെ ബാക്കി പോർഷൻസ് വരുമ്പോഴും കണ്ടോ, ഇതിൽ ഫുൾ വിഡ്ത്തിലും ആ ഒരു ഇടയ്ക്കൂടെ ഇങ്ങനെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. അതിൻ്റെ അകത്താണ് സ്റ്റിക്കേഴ്സ്. ഫ്ലോറൽസിന് മുകളിലല്ല, ഇതിൽ എംബ്രോയ്ഡറിയും വരുന്നുണ്ട്. ഫ്ലോറൽസിന് മേലെ എംബ്രോയ്ഡറി, അതിന് മേലെയാണ് സ്റ്റിക്കേഴ്സ് പോയേക്കുന്നത്. ഫ്രണ്ട് പാനൽ ഇതുപോലെ വരും. ബാക്ക് ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഫ്ലോറൽ വർക്ക്സ് മാത്രമാണ്. എല്ലാം ബേസ് ഈ ഒരു കളറാണ്. പക്ക ഓഫ് വൈറ്റ് എന്ന് പറയത്തില്ല, ഇച്ചിരൂടെ ഒരു ജൂട്ട് മിക്സ്ഡ് പോലെ നിൽക്കുന്ന പോലെയാണ്. പക്ക കോട്ടൺ ആണെന്ന് തോന്നുന്നില്ല. ഇത് ഇച്ചിരൂടെ കട്ടിയുണ്ട് ഈ ഒരു ഫാബ്രിക്കിന് വരുമ്പോൾ. ചെറിയൊരു ജൂട്ട് ബ്ലണ്ടഡ് ഫാബ്രിക്കാണ്. അതിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇപ്പം സമ്മർ ബേസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഇതാണ് ദുപ്പട്ട വന്നേക്കുക. അതായത് ഈ ഫ്ലോറൽ വർക്ക്സിൽ മെയിൻ ഏതാണ് കളർ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കളർ ഷീറ്റ്സിലായിരിക്കും ദുപ്പട്ടയും ബോട്ടവും പെയർ ചെയ്യുക. ദുപ്പട്ട കോട്ടൺ തന്നെ, അതിൽ ബോത്ത് ബോർഡേഴ്സിലും എംബ്രോയ്ഡറി വർക്ക്സ് ഉണ്ട്. പിന്നെ ഓൾ ഓവർ സ്കാറ്റർ ചെയ്തും ചെറിയ ചെറിയ മോട്ടിവ്സ്. രണ്ട് ബോർഡേഴ്സും ഒരുപോലെയാണ്. ബോർഡർ വർക്ക് സ്കാലപ്ഡ് ആണ്, കോട്ടൺ ബോട്ടം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കളേഴ്സിലും ഇതുപോലെ തന്നെയാണ് വരിക. ഇത്രയും കളർ ഷീറ്റ്സ് ഈ സെറ്റ്സിൽ വരുന്നുള്ളൂ. 1295 പ്രൈസ്. താങ്ക് യു.